എന്തിനാണ് ഈ NRO അക്കൗണ്ട്? ഏതെങ്കിലുമൊക്കെ ഒന്ന് പോരെ? അതങ്ങനെയല്ല, ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇപ്പൊ ഈ എത്ര ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? ഞാന് 2 ഫോണ്. എന്തിനാ 2 ഫോൺ? രണ്ട് ഫോണിന്റെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അതിന്റെ പർപ്പസ് അറിഞ്ഞിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. NRI സ്റ്റാറ്റസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2 അക്കൗണ്ടുകളാണ് NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്. നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടും നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടും. ഇപ്പോ 70-80% ആൾക്കാർക്കും ഈ 2 അക്കൗണ്ടുകളും ഉണ്ടാകും. പക്ഷെ അതിന്റെ ഉപയോഗത്തിലുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും പലർക്കും ഉണ്ടാകും. NRE അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിദേശത്തു നിന്നുള്ള റെമിറ്റൻസ്, അതായത് നിങ്ങൾ ഏത് നാട്ടിലാണോ വർക്ക് ചെയ്യുന്നത് ആ നാട്ടിലുള്ള വരുമാനം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് NRE അക്കൗണ്ട്. അത് നിങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട് വിഡ്രോ ചെയ്യാനും ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്, അതായത് FD, മ്യൂച്വൽ ഫണ്ട്, SIP അങ്ങനെയുള്ള നിക്ഷേപ മാർഗങ്ങളൊക്കെ ആക്കി മാറ്റാനും പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള വരുമാനം അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം നാട്ടിലെ ആവശ്യങ്ങൾക്ക്, അതായത് നാട്ടിൽ എന്തെങ്കിലും വരുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നാട്ടില് റെന്റൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, നാട്ടിലെ ബിസിനസ്സിന് കിട്ടുന്ന വരുമാനം, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു SB അക്കൗണ്ട് എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണ റെസിഡന്റിന് SB അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. NRIസിന് SB അക്കൗണ്ട് ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ പറഞ്ഞു. അപ്പം NRIസിന് SB അക്കൗണ്ട് പോലെ ഉപയോഗിക്കാം, നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. പിന്നെ NRE അക്കൗണ്ടിലുള്ള എമൗണ്ടിന് അല്ലെങ്കിൽ NRE സ്കീം വഴി ചെയ്ത FDന്ന് കിട്ടുന്ന വരുമാനത്തിനൊന്നും നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം NRO അക്കൗണ്ടിലുള്ള എമൗണ്ടും അതുവഴി ചെയ്തിട്ടുള്ള വരുമാനത്തിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കണം. സാധാ SBന്ന് കിട്ടുന്നതിന് പോലെ തന്നെ ടാക്സ് കൊടുക്കണം. NRE അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് അത് എത്ര ആയാലും നമുക്ക് പുറം രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും വിത്തൗട്ട് എനി ലിമിറ്റേഷൻസ്. അതായത് നിങ്ങൾക്ക് NRE ത്രൂ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. NRE അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ FDയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് എത്ര ആയാലും നമുക്ക് വിദേശത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ NRO അക്കൗണ്ടിലുള്ള എമൗണ്ട് കൊണ്ടുപോകുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ അക്കൗണ്ടുകൾ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ. അപ്പൊ ഓരോന്നിന്റെയും പർപ്പസ് അറിഞ്ഞിട്ട് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ ശ്രമിക്കാം. താങ്ക് യു. സീ യു.